I hope it is visible. Yes, കാണാല്ലേ എല്ലാവർക്കും? yes. Okay. Okay, so the module 3 ന്റെ starting ആണ്. So that is module 3, basically web data mining ആണ് സബ്ജക്റ്റിന്റെ പേരാണ് വെബ് ഡേറ്റ മൈനിങ്. മൊഡ്യൂൾ 3 നമ്മൾ കാണാൻ പോണത് ഇൻഫോർമേഷൻ റിട്രീവൽ ആൻഡ് വെബ് സെർച്ച് എന്നുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് ഇൻട്രൊഡക്ഷൻ കാണാം. വാട്ട് ഈസ് IR? Okay, IR basically stands for information retrieval. ഇൻഫോർമേഷൻ റിട്രീവൽ നമ്മളെല്ലാം എല്ലാ ദിവസം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യണോ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇമേജ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറിച്ച് നിങ്ങൾ ഡൗട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയി ടൈപ്പ് ചെയ്യണോ, നിങ്ങൾക്ക് കുറച്ച് റെലവെന്റ് പേജസ് നമുക്ക് കിട്ടണോ. ഇത് വേറെ ഒന്നല്ല, ദിസ് ഇസ് കോൾഡ് ആസ് ഇൻഫോർമേഷൻ റിട്രീവൽ. ഓക്കെ, അത് IR എന്ന് പറഞ്ഞ ഇൻഫോർമേഷൻ റിട്രീവലിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. വാട്ട് യു ആർ ഡൂയിങ്, ദാറ്റ് ഇസ് യു ആർ സെർച്ചിങ് സംതിങ് ഇൻ ദ വെബ്. ഓക്കെ, ദെൻ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ വെബ് സെർച്ച്. ഓക്കെ, ഇൻഫോർമേഷൻ റിട്രീവൽ അതൊരു വളരെ ഒരു ബ്രോഡ് ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, വെൻ എ യൂസർ നീഡ് സംതിങ്, ഇറ്റ് ഹീസ് ഗോയിങ് ടു ദ maybe a collection of documents and searching the required document. That is called as information retrieval. ഓക്കെ, അപ്പൊ ഇൻഫോർമേഷൻ റിട്രീവൽ ഒരു ടെക്സ്റ്റ് ഡേറ്റാബേസ് സംബന്ധിച്ച് വളരെ ഒരു റിഫൈൻഡ് ആയിട്ട് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം ഒരു സ്ട്രക്ചേർഡ് ഫോമിലാണ് അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്വറീനെ റിട്രീവ് ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ വെബ് സംബന്ധിച്ച് നമുക്കറിയാം, ഓൺ ദ വെബ് യു ഹാവ് ലാർജ് നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ്. ഓക്കെ, ആൻഡ് ദീസ് ഡോക്യുമെന്റ്സ് ഓൺ ദ വെബ്സ് ആർ കോൾഡ് ആസ് വാട്ട്, വെബ് പേജസ്. അപ്പൊ കണ്ടമാനം വെബ് പേജുകൾ ഉണ്ട്. ഇപ്പോഴത്തെ കണക്കൊക്കെ നോക്കുമ്പോൾ ബില്യൺ ട്രില്യൺസ് ഓഫ് പേജസ് ആർ വെബ്സൈറ്റ്സ് ആർ അവൈലബിൾ ഓൺ യുവർ വെബ്സൈറ്റ്. ഓക്കെ, സോ ഹൗ ഇസ് ദിസ് പ്രോസസ് ഗോയിങ് ഓൺ? നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് എങ്ങനെ പോയിട്ട് മൈൻ, അല്ലെങ്കിൽ ഡേറ്റ മൈനിങ് എന്ന് പറയുമ്പോൾ, മൈനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ റിട്രീവൽ നടക്കുന്നത്? ദിസ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദിസ് ചാപ്റ്റർ ഓർ ഇൻ ദിസ് സബ്ജക്ട്. ഓക്കെ, അപ്പൊ റിട്രീവിംഗ് ഓഫ് ഇൻഫർമേഷൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, നമുക്ക് ആവശ്യമുള്ള നമ്മളെ കണ്ടന്റ്സ് ഒരു യൂസറിനെ ക്വറി ആണ് പറയുന്നത്. സോ യൂസർ ഗിവ്സ് എ ക്വറി ടു ദ സിസ്റ്റം, ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ആക്ച്വലി വാട്ട് ഈസ് ഡൺ ഓൺ ദ അതർ പാർട്ട് ഇസ്, ആ ഉള്ള കളക്ഷൻ ഓഫ് ഡോക്യുമെന്റ്സിൽ നമ്മൾ സെർച്ച് ചെയ്യണു. നമ്മൾ യൂസറിന്റെ ക്വറീന് റെലവെന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വെബിൽ അവൈലബിൾ ആണോ ഇല്ലേന്ന്. അങ്ങനെ അവൈലബിൾ ആയ ചിലപ്പോൾ 10, 100, 1000 കണക്കിന് പേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ പേജസിനെ നമ്മൾ റിട്രീവ് ചെയ്ത് കൊടുക്കണം. ആ റിട്രീവ് ചെയ്യുമ്പോൾ അതിന്റെ നമ്മൾ കുറച്ച് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി നമുക്ക് എല്ലാവർക്കും സ്കോർ കിട്ടും അല്ലെ, ഒരു 1 to 0 to 100 ഒരു മാർക്കിംഗ് ഒരു കിട്ടുന്ന പറയുന്ന പേരാണ് സ്കോർ. സിമിലർലി ഇൻ ദ റിട്രീവൽ സിസ്റ്റം ഓൾസോ യു ഹാവ് സംതിങ് കോൾഡ് ആസ് സ്കോർ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് എ റെലവൻസ് സ്കോർ. അപ്പോൾ ഓരോ ക്വറിയുടെ ബേസ് ചെയ്തിട്ട് ഓരോ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുക്കുന്ന സ്കോർ പറയുന്ന പേരാണ് റെലവൻസ് സ്കോർ. ഓക്കെ, അപ്പൊ ഈ സ്കോറിന്റെ അടിസ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യണോ, ആ ഡോക്യുമെന്റ്സിനെ എല്ലാം റാങ്ക് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് യൂഷ്വലി ഓക്കെ. നമ്മൾ എങ്ങനെ ഇപ്പൊ പരീക്ഷ ഞാൻ പറഞ്ഞു, ഇപ്പൊ 0 to 100 മാർക്ക് ഉണ്ട്. 50 മാർക്ക് കിട്ടിയ കുട്ടി ഉണ്ടാവും, 70 മാർക്ക് കിട്ടിയ കുട്ടി ഉണ്ടാവും, 65 മാർക്ക് കിട്ടിയ. അപ്പൊ നമ്മൾ ആ സ്കോറിന് അനുസരിച്ചിട്ട് ഒരു റാങ്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഏറ്റവും ഹയസ്റ്റ് റെലവൻസ് സ്കോർ കിട്ടിയാലും ടോപ്പ് റാങ്ക്ഡ് കാൻഡിഡേറ്റ്, സിമിലർലി ടോപ്പ് റാങ്ക്ഡ് പേജ് ഓർ ഡോക്യുമെന്റ്. അപ്പൊ എന്താവും, നമ്മൾ ഒരു യൂസർ ഒരു ക്വറി കൊടുത്താൽ ഈ ഒരു റാങ്കിങ് അനുസരിച്ചിട്ടുള്ള ഒരു പേജസ് ആവും നമുക്ക് ഡിസ്പ്ലേ ആയിട്ട് കാണാൻ പറ്റുക. സോ നാച്ചുറലി ദ ടോപ്പ് റാങ്ക് പേജ് വിൽ ബി കമ്മിങ് ടു ദ ഫസ്റ്റ് ലിങ്ക്, ആൻഡ് a user mostly he or she will be clicking on that link. So this is how it is working on the background. ഓക്കെ, ഇനി അത് നമ്മൾ ഇത്രയും എളുപ്പത്തിൽ പറയുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ റാങ്കിങ് ചെയ്യുക എന്നൊക്കെ, അതിനുള്ള പല അൽഗോരിതംസ് ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ പല ടെക്നീക്ക് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിലൊക്കെയാണ് നമുക്ക് ഈ 2-3 മോഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ക്വറി എന്ന് പറയാം, ഒരു യൂസർ ക്വറി കൊടുക്കണമെന്ന് പറയുമ്പോൾ ക്വറി നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യണം, ഇതന്നെ ആലോചിച്ചു. ഇപ്പൊ വെബ് ഡേറ്റ മൈനിങ്, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ എന്താ, നിങ്ങൾ ഗൂഗിളിൽ വാട്ട് ഈസ് എന്നൊന്നും നമ്മൾ കൊടുക്കാൻ പോണില്ല. വാട്ട് യു ആർ ഗോയിങ് ടു ടെൽ, യു ആർ ഗോയിങ് ടു ടെൽ ഓൺലി സം ഇമ്പോർട്ടൻറ്റ് ടേംസ്.
അല്ലെങ്കിൽ ആ ക്വറിയിൽ ആവശ്യമുള്ള കുറച്ച് കീ വേർഡ്സ് ആണ് നമ്മൾ കൊടുക്കാൻ പോണത്. സോ ദീസ് കീ വേർഡ്സ് ആർ കോൾഡ് ആസ് യുവർ ടേംസ്. ഓക്കെ, അപ്പോൾ ഈ ടേം നമ്മൾ ആ ഗൂഗിളിൽ സെർച്ച് എഞ്ചിനിൽ, ദാറ്റ് ഇസ് കോൾഡ് ആസ് എ സെർച്ച് എഞ്ചിൻ, യു ടൈപ്പ് യുവർ ക്വറി ടേംസ് യുവർ ലിസ്റ്റ് ഓഫ് കീ വേർഡ്സ് ഇൻ യുവർ സെർച്ച് എഞ്ചിൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കണ്ട ഇൻഫോർമേഷൻ റിട്രീവൽ സാധാരണ ഒരു ഡേറ്റ റിട്രീവൽ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ SQL, നിങ്ങൾ DBMS ലാബിൽ നിങ്ങൾ SQL ക്വറീസ് പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, SQL സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. അപ്പൊ നമ്മൾ SQL കണ്ട ഒരു ക്വറീനെ പോലെ അല്ല അത്. എന്നുവെച്ചാൽ SQL നമുക്കറിയാം, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെൽ സ്ട്രക്ചേർഡ് ആണ്, അതിനെ റിട്രീവ് ചെയ്യാൻ ഒരു SQL ക്വറി ലാംഗ്വേജ് അവൈലബിൾ ആണ്. പക്ഷേ വെബിൽ കിടക്കുന്ന ഡേറ്റ ഒരു സ്ട്രക്ചറിൽ മേ ബി സം വെരി പാർഷ്യലി സ്ട്രക്ചേർഡ് ഡേറ്റ ഇസ് ദേ ആൻഡ് ദർ ഇസ് നോ സച്ച് ക്വറി ലാംഗ്വേജ് ടു റിട്രീവ് ദോസ് ഡേറ്റ. Okay, appa information retrieval or IR is very different from your traditional data retrieval from your usual database. You just come compare both of them. Okay, രണ്ടിലും അതിൻ്റെ ആയ ഒരു ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതേപോലെ വെബ് സെർച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ നോട്ടായിട്ട് അത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണാൻ പറ്റില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് രണ്ട് പേരൊന്ന് പറയാം കേട്ടോ. അതേപോലെ വെബ് സെർച്ച് എന്ന് പറയുന്നത് അത് ഈ ഒരു IRന്റെ ഒരു application ആണ്. Okay, so this is basically the introduction part of your information retrieval. Now we'll see. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു IRഉം അതേപോലെ വെബ് സെർച്ച് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു 3 ഡിഫറെന്റ് വ്യത്യാസങ്ങളാണ് നമ്മൾ എടുത്തു പറയാനുള്ളത്. ആദ്യം പറയുന്നത് എഫിഷ്യൻസിനെ കുറിച്ചാണ്. ഓക്കെ, എഫിഷ്യൻസി, ഹൗ എഫിഷ്യൻ്റ്ലി യു ഗെറ്റ് ബാക്ക് ദ ഡോക്യുമെന്റ്സ്. ഇപ്പോൾ ഒരു വെബ് സെർച്ച് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, സപ്പോസ് യു ആർ ഗോയിങ് ടു പെർഫോം എ സെർച്ച് ഇൻ എ വെബ്. ഓക്കെ, so suppose you are going to search, what you do, you are going to type some terms or important keywords and you are expecting the reply. ആ റിപ്ലൈ നിങ്ങൾ എപ്പോഴാണ് എക്സ്പെക്ട് ചെയ്യണത്? Is it after 2 minutes or 2 hours or 2 days? How fast you are expecting? I think all the web users will require a very fast response. That is, they require, നമ്മൾ കൊടുത്ത സെക്കൻഡിൽ എൻ്റർ ചെയ്ത വഴിക്ക് എന്ത് വേണം, അല്ലെങ്കിൽ സെർച്ച് ബട്ടൺ എൻ്റർ ചെയ്ത വഴിക്ക് തന്നെ നമുക്ക് റിപ്ലൈ കിട്ടണം. അതാണ് യൂസേഴ്സിന്റെ ആഗ്രഹം. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി വെരി എഫിഷ്യൻറ്റ്. പക്ഷെ നമുക്കറിയാം ഒരു വെബിന്ന് കൺസിഡർ ചെയ്ത ലാർജ് നമ്പർ ഓഫ് വെബ് പേജസ് ആർ ദെയർ. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ടീഡിയസ് ജോബ് ടു വാട്ട്, നമ്മൾ കൊടുക്കണ ക്വറി അനുസരിച്ചിട്ട് അതിനെ സെർച്ച് ചെയ്യുക, അതിനെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക, റാങ്ക് ചെയ്യുക, ആൻഡ് യു നീഡ് ദ response displayed to the user also, and it all should be performed what in a fraction of a second. പക്ഷെ ഒരു ഇൻഫോർമേഷൻ റിട്രീവൽ നമ്മുടെ ട്രഡീഷണൽ IR സിസ്റ്റം ആണെങ്കിൽ എന്താ, നമുക്കറിയാം ഒരു ഇപ്പോൾ ക്വറി കൊടുത്താൽ ഒരു 5 സെക്കൻഡോ അല്ലെങ്കിൽ 2-3 സെക്കൻഡ് ഡിലേ ആയാലും വി ആർ നോട്ട് മച്ച് വറീഡ് അബൌട്ട് ഇറ്റ്, അല്ലേ? അപ്പൊ ഇതാണ് ഒരു എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി എ സെക്കൻഡറി റിക്വയർമെന്റ് ഇൻ കേസ് ഓഫ് ട്രഡീഷണൽ IR സിസ്റ്റം. ബട്ട് ഇഫ് യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് വെബ് സെർച്ച്, it is a very crucial element. Okay, now the second difference when you are telling, we can think of the contents of a web page. Okay, നമുക്ക് കാണാം വെബ് പേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് കണ്ടന്റ്സ്, പല സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കണേ. വെബ് പേജിൽ ടൈറ്റിൽ പാർട്ട് ഉണ്ട്, ബോഡി ഉണ്ട്, then you have some maybe some advertisements will be coming. A lot of sections are composed together to form a web page. Okay, whereas in your usual text what happens, ഒരു പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പേജ് തന്നെ 1-2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ആണ്, ദാറ്റ് ഓൾ ബിലോങ്സ് ടു ദ സെയിം കണ്ടന്റ്. പക്ഷെ വെബ് പേജ് എന്ന് പറയുമ്പോൾ അതിൽ പല ലിങ്ക്സ് ഉണ്ടാവും. ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം, ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ആങ്കർ ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി യൂഷ്വലി ഹൈലൈറ്റഡ്, മേ ബി അണ്ടർലൈൻ അല്ലെങ്കിൽ വേറെ ഒരു കളറിലാവും കാണാം, നീലയോ അല്ലെങ്കിൽ ചുമപ്പ് കളറിൽ. നമ്മൾ അതിനെയാണ് ആങ്കർ ടെക്സ്റ്റ് എന്ന് പറയാം. സോ വാട്ട് ഹാപ്പൻസ് വെൻ യു ക്ലിക്ക് ഓൺ ദാറ്റ്, യു വിൽ ബി മൂവ് ടു സം അതർ സൈറ്റ് ഓർ സം അതർ വെബ് പേജ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ വെബ് പേജിൽ ഹൈപ്പർ ലിങ്കും ആങ്കർ ടെക്സ്റ്റ് എല്ലാം കൂടി ഉൾപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. Whereas in your traditional documents, you do not have such hyperlinks or anchor text as that. Okay,
അപ്പോൾ ഒരു വെബ് പേജ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം എന്താണ് അതിനകത്ത് ഏത് പോർഷൻ ഓഫ് ഡേറ്റയാണ് ഇമ്പോർട്ടൻറ്റ്. പല സെക്ഷനിൽ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ്സ് ആവാം, അത് നമ്മുടെ തേർഡ് പാർട്ടി അഡ്വർടൈസ്മെന്റ്സ് ആവാം. സോ വി ആക്ച്വലി ഡോണ്ട് റിക്വയർ ദാറ്റ്. അപ്പം നമ്മൾ യൂസർ കൊടുക്കുന്ന ക്വറി ആ അഡ്വർടൈസ്മെന്റ് ഏരിയയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് അവിടെ മാച്ച് കിട്ടി നമ്മൾ ഈ ഒരു യൂസറിന് തിരിച്ചു കൊടുക്കുമ്പോൾ എന്തായി, നാച്ചുറലി അവർ സെർച്ച് എൻജിൻ ഹാസ് നോട്ട് വർക്ക് പ്രോപ്പർലി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു വെബ് പേജിൽ പല സെക്ഷൻസ് ആയിട്ട് ഡോക്യുമെന്റിൽ അതിൽ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏതിലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് കണ്ടന്റ് സെർച്ച് ചെയ്യാൻ പോണത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയണം. Because we know the web page has many different, you have the title part, the metadata part, the body part, okay, or the advertisement or പല ലിങ്ക്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ടൈറ്റിലോ അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് സെർച്ച് ചെയ്താൽ നമുക്ക് കൃത്യമായി ആ പേജിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കിട്ടുക, അവിടെ പോയിട്ട് വേണം നമ്മൾ സെർച്ചിങ് പെർഫോം ചെയ്യാൻ. Okay, so these are the some important crucial concepts in the case of web search. Okay, now the third point which you have to see is related to spamming. Okay. I hope it's visible. Spamming. Spamming nalla spam nalla vaakku kettundo alle, spam mail okke ningal kettundo. What is this spam mail or spamming? Anybody of you heard of this term? Anyone? Spamming ketunda? Yes, miss. Yes. Can you just tell what is this? I think spam mail kettundo alle, endanadu? അത് junk Just mail. ഒരു idea പറ. Junk mail. Okay, that is not relevant to you. Okay, yes. Yes. Okay, or maybe directly നമ്മൾ അത് സ്പാം ഫോൾഡേഴ്സിൽ പോകുന്നതാണ്. സോ നമുക്കറിയാം ഒരു സ്പാം എന്ന് പറയുന്നത് നമുക്ക് ഒരു നല്ല മെയിൽ അല്ലാത്ത കാര്യങ്ങൾ, ഒരു നല്ലതല്ല നമുക്ക് ആവശ്യമില്ല അല്ലാത്തത് എന്നൊക്കെ നമ്മൾ സ്പാം എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലോ അത് ഡയറക്റ്റ് ആയി നമ്മുടെ സെർച്ച് എഞ്ചിൻ ആണെങ്കിൽ നമ്മുടെ മെയിൽ ബോക്സിൽ നിന്ന് പല മെയിലുകളും സ്പാമിലേക്ക് തന്നെ താൻ ഡൈവേർട്ട് ആയിട്ട് പോകാറുണ്ട്. ഓക്കെ, സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബില് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേജർ ഇഷ്യൂ ആണ്. അപ്പൊ സ്പാമിംഗ് എന്ന് പറയുമ്പോൾ ഒരു വെബ് സെർച്ച് സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമുക്ക് വെബ് ഡേറ്റ മൈനിങ് ഈ ടേംസ് വെച്ചിട്ടാണ് സെർച്ച് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ സപ്പോസ് വി ആർ സെർച്ചിങ് ആൻഡ് വാട്ട് ഹാപ്പൻസ്, ഒരു 1000 കണക്കിന് പേജുകളുണ്ട്. ഓക്കെ, വിച്ച് കണ്ടെയ്ൻസ് ദ ടേംസ് വെബ് ഡേറ്റ മൈനിങ്. വാട്ട് ഹാപ്പൻസ് അതിൽ റെലവെന്റ് ആയിട്ടുള്ള പേജ് നോക്കുമ്പോൾ അതിന്റെ സ്കോറ് ചിലപ്പോൾ വളരെ താഴെയാവും. ഓക്കെ, പക്ഷെ എന്താണ് നമുക്കറിയാം ആദ്യത്തെ ഒരു 10-30 ഒരു പേജിന്റെ ലിങ്കിൽ നമ്മുടെ ഒരു പേജ് കണ്ടന്റ് ഒരു യൂസറിന് വന്നിട്ടില്ലെങ്കിൽ എന്താവും, നമ്മൾ പിന്നെ അത് നെക്സ്റ്റ് അടിച്ചിട്ട് പിന്നെ അത് സെർച്ച് ചെയ്യാനുള്ള സാധ്യത, ആദ്യത്തെ ഒരു 3-4 ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യും, പിന്നത്തെ ഒരു ക്ലിക്ക് ചെയ്ത് പോകണമെങ്കിൽ അത്രയും നമ്മുടെ ഒരു ആവശ്യമാവണം, അല്ലെങ്കിൽ we won't be able to go through all the links which are being displayed by the search engine. So what should be our requirement? അപ്പോൾ ഒരു സെർച്ച് എൻജിൻ ടോപ്പ് 5-10 അല്ലെങ്കിൽ 20 ആയിട്ടുള്ള ക്ലിക്കില് ഒരു നമ്മുടെ ലിങ്ക് പേജിന്റെ ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അത് സെർച്ച് ചെയ്യും, ആ പേജിലേക്ക് വിസിറ്റ് ചെയ്യും. This is a usual trend. Anybody or any common person will do like that. നമ്മൾ ഒരു ക്വറി അല്ലെങ്കിൽ ഒരു ടേംസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് സെർച്ച് എഞ്ചിനിൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പേജുകൾ ഡിസ്പ്ലേ ആവണം. ആ ഡിസ്പ്ലേ ആയിട്ടുള്ള ടോപ്പ് പേജുകളാവും നമ്മൾ ഏതെങ്കിലും ഒരു യൂസർ സെർച്ച് ചെയ്യാം. ഓക്കെ, സോ there may be some illegitimate users, okay, or maybe fraud users. ഓക്കെ, നമുക്കറിയാം ഓരോ പേജ് വിസിറ്റ് അനുസരിച്ചിട്ട് പല പേയ്മെന്റ് സൈറ്റ് കിട്ടും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ, ദേ ട്രൈ ടു മേക്ക് ദെയർ പേജസ് ടു ദ ടോപ്പ് റാങ്ക്സ്. അപ്പൊ ഈ ടോപ്പ് റാങ്കിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിലേക്ക് എത്തണമെങ്കിൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, ദേ നീഡ് ടു ബൂസ്റ്റ് അപ്പ് ദെയർ റാങ്ക് പൊസിഷൻ. അപ്പൊ നമുക്ക് സ്കോർ, നമ്മുടെ ആ പേജിന്റെ ഒരു സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാതെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റാങ്കിങ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്കോറിനെ മാറ്റാൻ വേണ്ടിയിട്ട് ചില ഒരു നല്ല രീതി അല്ലാത്ത, അതാണ് പറയണത് ഇല്ലെജിറ്റിമേറ്റ് മീൻസ്. ഇല്ലെജിറ്റിമേറ്റ് മീൻസ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ നല്ല അല്ലാത്ത രീതിയിൽ ദേ ട്രൈ ടു ബൂസ്റ്റ് അപ്പ് ദ റാങ്ക് പൊസിഷൻസ്. എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ആ സ്കോർ കാൽക്കുലേറ്റ് ചെയ്താൽ അവർക്ക് ഒരു 70 സ്കോർ കിട്ടില്ല.
അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 30-40 അവരുടെ സ്കോർ. ബട്ട് ദേ ട്രൈ ടു മിക്സ് സം ഫ്രോഡ് ആക്ടിവിറ്റീസ് ആൻഡ് ദേ ട്രൈ ടു വാട്ട് ഇംപ്രൂവ് ദ സ്കോർസ്. അപ്പോൾ സ്കോർ ഇംപ്രൂവ് ചെയ്താൽ നാച്ചുറലി വാട്ട് ഹാപ്പൻസ്, ദേ ട്രൈ ടു ഗെറ്റ് ദ ഇംപ്രൂവ്ഡ് റാങ്കിങ്സ്. ഓക്കെ, അപ്പൊ റാങ്കിങ് ഇംപ്രൂവ് ആയാൽ നമുക്കറിയാം നമുക്ക് ടാർഗറ്റിൽ അവർ ടോപ്പ് ലിങ്കിലാവും അവരുടെ ടാർഗറ്റ് പേജ് കിട്ടും. ഓക്കെ, അപ്പോൾ വെബ് സ്പാമിംഗ് എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്രിട്ടിക്കൽ ഇഷ്യൂ ആണ് ഈ ഒരു വെബ് സംബന്ധിച്ച്. ഓക്കെ, അപ്പൊ എന്താണ്, ഒരു ലോ ക്വാളിറ്റി പേജുകളിൽ വളരെ ഒരു ഇറലവൻ്റ് ആവും. അങ്ങനത്തെ പേജുകൾ എന്താവും, ടോപ്പ് പൊസിഷൻ കിട്ടും. ഒരു സെർച്ച് എഞ്ചിൻ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു സ്പാമിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ വളരെ ലോ ക്വാളിറ്റി പേജസിനെ ഹൈ റാങ്ക് കിട്ടിയിട്ട് അവരുടെ ടോപ്പ് പൊസിഷൻ ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് സ്പാമിംഗ്. അപ്പോൾ സ്പാമിങ്ങും നമുക്കറിയാം ഒരു ട്രഡീഷണൽ IR ഉണ്ടാവില്ല, അതൊരു വെബ് സെർച്ചിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സോ ദീസ് ആർ ദ ബേസിക്കലി 3 മേജർ differences between your IR and your web search. First is the case of efficiency. We know വെബ് സെർച്ചിൽ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ നമുക്ക് കിട്ടണം. നമ്മളൊരു യൂസർ എന്താണ് ഒരു ക്വറി ടേം കൊടുത്തേക്കുന്നത് അതിൻ്റെ അനുസരിച്ച് റെസ്പോൺസ് കിട്ടണം. Whereas in your traditional IR system, this efficiency is only a secondary concept. Okay, next is the concept of hyperlink and anchor text. We know that web pages will be having your hyperlink and anchor text, which is not existing in your traditional thing. ട്രഡീഷണൽ ഡോക്യുമെന്റ്സ് നമുക്ക് ഒരിക്കലും ഒരു ഹൈപ്പർ ലിങ്കോ ആങ്കർ ടെക്സ്റ്റോ ഒന്നും കാണില്ല. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്ത് പോകണം. ആ ലിങ്കിനെ പറയുന്ന പേരാണ് ഹൈപ്പർ ലിങ്ക്. ആൻഡ് ദ തേർഡ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് സ്പാമിംഗ്. Spamming is nothing but some illegitimate users, what they do is they try to improve the rank position of their site or page, not through good means. And in effect, what happens, such low quality pages will be given as top ranks and through their search engines. Okay, അപ്പൊ അങ്ങനത്തെ സ്പാം ഒക്കെ ഡിറ്റക്ട് ചെയ്യണത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ് ഒരു വെബ് സെർച്ചിൽ സംബന്ധിച്ച്. ഓക്കെ, next we will see to the next important concept, that is the IR ന്റെ ആർക്കിടെക്ചർ എന്താ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫിഗർ കാണാണ്ട? Yes, miss. Are you able to view the figure? Yes, miss. Yes, miss. Okay, so just can you please go through it and just എന്താണ് മനസ്സിലാവണമെന്ന് നോക്കൂ. What are the important things you can go through it? വളരെ ചെറിയൊരു ഫിഗർ ആണ്, ഒരു IR-ന്റെ ആർക്കിടെക്ചറിന്റെ ഫിഗർ ആണ്, ഇൻഫോർമേഷൻ റിട്രീവൽ. Just go through it. Have you gone through it? Okay. So what are the various elements in this architecture? You can see something called as user. Then you have the query operations. Then you have the retrieval system. You have document collection, indexer, and the document. This is a very important concept, basic concepts of information retrieval വരുന്ന ഒരു IR-ടെ ആർക്കിടെക്ചർ. You can mark this as very important. Okay. So ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്കറിയാം യൂസർ കാണാം, മുകളിൽ നിന്ന് റിക്വസ്റ്റ് നമ്മുടെ ക്വറി
നമ്മൾ ടേംസ് കൊടുക്കണം. നമ്മുടെ ആവശ്യമുള്ള ആ ലിസ്റ്റ് ഓഫ് ടേംസ് അല്ലെങ്കിൽ ക്വറി ടേംസ് കീ വേർഡ്സ് നമ്മൾ എൻ്റർ ചെയ്യണം. അതാണ് ആരോ മാർക്കിലെ തുടക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സോ ദാറ്റ് ഈസ് ബീങ് ഫോളോഡ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൻ ടു ദ ക്വറി ഓപ്പറേഷൻ. ക്വറി ഓപ്പറേഷൻ മൊഡ്യൂൾ അത് വളരെ സിമ്പിൾ ലെവലിൽ നടത്താം, ഓർ ഇറ്റ് ക്യാൻ ബി വെരി കോംപ്ലെക്സ്. ഒരു സിമ്പിൾ ആണെങ്കിൽ എന്താവും, ഒരു വളരെ സിമ്പിൾ ലെവലിൽ നമ്മൾ ക്വറി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ യൂസർ എന്താ ക്വറി കൊടുത്തേക്കുന്നത് അത് അങ്ങനെ തന്നെ റിട്രീവൽ സിസ്റ്റമിലേക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ക്വറി ഓപ്പറേഷൻ മൊഡ്യൂളിന് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കുറച്ച് പ്രീ പ്രോസസ്സിംഗ് വർക്ക്സ് ചെയ്യാം. പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ക്വറി ആണെങ്കിൽ നമ്മൾ ആവശ്യമില്ലാത്ത വേർഡ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ വളരെ ലോങ് ക്വറി ആണെങ്കിൽ അതിൽ ഒരു റൂട്ട് ഫോമിലാക്കിയിട്ട് ആവശ്യമുള്ള വേർഡ്സ് ING ഫോമോ അല്ലെങ്കിൽ ദ ആൻഡ് അങ്ങനത്തെ പ്രപ്പോസിഷൻസ് ഒക്കെ മാറ്റിയിട്ട് അങ്ങനത്തെ വേർഡ്സ് ആണ് നമ്മൾ റിട്രീവൽ സിസ്റ്റമിലേക്ക് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 കാര്യങ്ങൾ. വൺ ഇസ് എ യൂസർ ഗിവിംഗ് ദ ക്വറി ടു ദ ക്വറി ഓപ്പറേഷൻ, ആൻഡ് ഫൈനലി ഇറ്റ്സ് ദ ഗിവൻ ടു ദ റിട്രീവൽ സിസ്റ്റം. Now, the right side you can see you have a collection of document, that is from document collection. Document collection you have number of documents in this. Okay, appo namukku eluppathil retrieve cheyan there is something called as an indexer. appo indexer cheynathu namukku ariyam, indexing nammal kaina semil padichundu alle, indexing, hashing and indexing ennu parna. appo indexing endana cheynathu, it will help for easy searching. റിട്രീവ് ചെയ്യാൻ എളുപ്പത്തിൽ നമ്മൾ ഇൻഡെക്സ് വഴി ഒരു അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മെക്കാനിസം യൂസ് ചെയ്താൽ യു ക്യാൻ റിട്രീവ് ദ ഡോക്യുമെന്റ്സ് ഈസിലി. ഓക്കെ, സോ വാട്ട് ദ ഇൻഡെക്സർ ഡസ് ഇറ്റ് ട്രൈ ടു ഇൻഡെക്സ് ദ ഡോക്യുമെന്റ്സ് ഫോർ എഫിഷ്യൻറ്റ് റിട്രീവൽ. അപ്പൊ അങ്ങനത്തെ ക്രിയേറ്റ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ഇൻഡെക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആവും. അപ്പോൾ ദ യൂസറുടെ ഒരു ക്വറി റിട്രീവൽ സിസ്റ്റം വരെ എത്തി കഴിഞ്ഞു, ആൻഡ് റിട്രീവൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ദാറ്റ് വിൽ ട്രൈ ടു റിട്രീവ് ദോസ് documents from the document index which are related to the keyword or the query terms given by the user. Is it okay? ഇനി അപ്പോൾ റിട്രീവൽ സിസ്റ്റമിൽ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഇപ്പോൾ 1000 അല്ലെങ്കിൽ ഒരു 2000 പേജ് ആണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അതിൽ കുറച്ചെണ്ണത്തിൽ നമുക്ക് ആ യൂസറിന് റിക്വയർഡ് ക്വറി ടേംസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 50 പേജിലാണെങ്കിൽ ആ 50 പേജ് ഇപ്പോൾ റിട്രീവൽ സിസ്റ്റമിന് എത്തി കഴിഞ്ഞു. Now, based on that, we will now calculate the score. Okay, relevance score. അപ്പോൾ relevance score പല രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഇനി വരുന്ന മോഡ്യൂൾസിൽ കാണാനുണ്ട്. So based on that, the retrieval system will be calculating the relevance score for not all the pages available in the document collection, only for those pages which are meeting the particular query given by the user. ഓക്കെ, അപ്പോൾ ആ കിട്ടുന്ന അവൈലബിൾ ആയിട്ട് അല്ലെങ്കിൽ മാച്ച് വരുന്ന പേജസിനെ മാത്രമേ നമ്മൾ റെലവൻസ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ വാട്ട് വി ആർ ഡൂയിങ് ഇസ് യു ആർ റാങ്കിങ്. ഓക്കെ, അപ്പോൾ ഈ റാങ്ക് കൊടുക്കണം നമ്മുടെ ഡോക്യുമെന്റ്സിന്, ആൻഡ് ഈ റാങ്ക് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കാണാം ആ ലെഫ്റ്റിലെ ആരോ മാർക്ക്, ഇറ്റ് ഇസ് ഗിവൻ ബാക്ക് ടു ദ യൂസർ. So this is a basic architecture which is being followed in your IR system. That is in an information retrieval system. This is how the working is being done. Okay, so I will explain once more. So you have the user. User എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ഒരാൾ ഒരു ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ഒരു സെർച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നടത്തുക. Okay, so the user, we are going to enter our user query. It is being given to the query operation module. A query operation വളരെ സിമ്പിൾ ആയിട്ട് നടത്താം, or it can be complex. ഇപ്പോൾ സിമ്പിൾ ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വി ആർ ഗിവിംഗ് ദ ക്വറി ഡയറക്ട്ലി ടു ദ റിട്രീവൽ സിസ്റ്റം. ഈ കോംപ്ലെക്സ് ക്വറി ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് പ്രീ പ്രോസസ്സിംഗ് ഒക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ പ്രീ പ്രോസസ്സിംഗ് ഇൻ ദ ടേംസ് ദാറ്റ് പ്രീ പ്രോസസ്സിംഗ് മീൻസ് ദാറ്റ് വി ഹാവ് ടു സംതിങ് ക്ലീനിങ് ഹാസ് ടു ബി ഡൺ ടു ദ ക്വറി വിച്ച് ഇസ് ബീങ് ഗിവൻ ബൈ ദ യൂസർ. ഇപ്പോൾ ചിലപ്പോൾ ഒരു 2-3 ലൈനായിട്ടാവും ക്വറി ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ്സ് മാത്രമാണ് ഒരു റിട്രീവൽ സിസ്റ്റം വരെ എത്തേണ്ട ആവശ്യമുള്ളൂ. Is it okay? So there's a left side. Now right side you can see your document collection. Document collection means the actual documents which are present in your web. Okay, അപ്പോൾ there is something called as indexer. അതിന് താഴെ കാണാം ഇൻഡെക്സർ കാണാം. കണ്ടോ എല്ലാവരും? ഫിഗർ കാണാണ്ടാ?
മിസ്. ഓക്കെ, ഈ ഫിഗറിലെ അടുത്ത സ്റ്റെപ്പാണ് നോക്കിക്കോളൂ, ഇൻഡെക്സർ. അപ്പൊ ഇൻഡെക്സറിൽ എന്താണ് നടത്തുന്നത്? വാട്ട് ഈസ് ബീങ് ഡൺ? നേരത്തെ എന്താ പറഞ്ഞേ? വാട്ട് ഈസ് ബീങ് ഡൺ ഇൻ ദ ഇൻഡെക്സർ? Helps for easy searching. Okay, so indexing, as we have studied in the last sem, it helps for easy retrieval and searching. So what happens? Available ആയിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സിനെ നമ്മൾ ഇൻഡെക്സിങ് വഴി പല ടൈപ്പ് ഓഫ് ഇൻഡെക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒരു കോമൺലി യൂസ് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടഡ് ഇൻഡെക്സ് ടേബിൾ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻവേർട്ടഡ് ഇൻഡെക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഓരോ ഡോക്യുമെന്റ്സ്, നമുക്കറിയാം വളരെ കോടിക്കണക്കിന് പേജസ് ആണ് നമ്മുടെ ഒരു ഈ ഡോക്യുമെന്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ മേലത്തെ ഒരു ഡേറ്റാബേസ് ഫിഗർ ഇല്ലേ അവിടെ ഉണ്ടാവുക. അപ്പൊ അതിന് ഒരു യൂസറുടെ ക്വറി ആയിട്ടുള്ളത് റിട്രീവ് ചെയ്യാൻ വളരെ പാടാണ്. അല്ലെങ്കിൽ ഓരോ പേജസിന് പോയിട്ട് റിട്രീവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അത് നോക്കുമ്പോൾ ഇൻഡെക്സർ ഹെൽപ്സ് ടു റിട്രീവ് ദ പേജസ്. സോ ദീസ് പേജസ് ആർ റിട്രീവ്, ദേ ആർ ഇൻഡെക്സ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ ദ ഡോക്യുമെന്റ് ഇൻഡെക്സ്. Okay, so retrieval system will have the user query as well as it has access to the document index. So based on the user query, the retrieval system will access only those documents from the document index which is meeting the required criteria. Okay, അപ്പോൾ അങ്ങനത്തെ ഉള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇപ്പോൾ റിട്രീവൽ സിസ്റ്റം വരെ കിട്ടി കഴിഞ്ഞു. ഈ റിട്രീവൽ സിസ്റ്റം ചെയ്യുന്നത് അതിൻ്റെ ഡോക്യുമെന്റ്സ് കിട്ടിയ നമുക്ക് ഡോക്യുമെന്റ്സിന്റെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യണം. അതനുസരിച്ചിട്ട് റാങ്ക് ചെയ്യണം. ഡോക്യുമെന്റ്സിനെ ഒരു റാങ്ക് പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ബീങ് ഗിവൻ ടു ദ യൂസർ. Okay, so this is how the user gets. In between, you can see that from user to query operation, that is something called as feedback. Okay, ഈ ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്വറി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വട്ടം നമ്മൾ ഒരു ക്വറി കൊടുത്തു, നമുക്ക് കാര്യമായിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിൻ കുറച്ച് റിസൾട്ട്സ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു? നമ്മൾ ക്വറീനെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തും. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് വാട്ട്? എ കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് യു ആർ ഗിവിംഗ് ടു ദ യൂസർ. ഓക്കെ, അപ്പൊ നമ്മൾ യൂസറിന് പറയണു കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് വല്ല ക്വറി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഭേദപ്പെട്ട എന്തെങ്കിലും റിസൾട്ട് കിട്ടും. സോ ദിസ് ഇസ് കോൾഡ് ആസ് റെലവൻസ് ഫീഡ്ബാക്ക്. അപ്പൊ നമ്മൾ നോക്കും ഹൗ റെലവെന്റ് യു ആർ ഗെറ്റിംഗ് ദ ഡോക്യുമെന്റ്സ് ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് ദ യൂസർ മോഡിഫൈസ് ദ ക്വറി ആൻഡ് അഗെയിൻ ദിസ് ക്വറി ഈസ് ഗിവൻ ടു ദ ക്വറി operation. So this is how basically it is being done. The whole IR system architecture ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞു. You have the user, the query operations, then you have the retrieval system, followed by your document collection, document, then the indexer and your document index. Okay, അപ്പം എല്ലാവരും ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോളൂ. ഇത് ഉറപ്പായിട്ട് essay ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. That is IR system architecture. Okay, ഇനി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചോളൂ. Just go to the slide. Okay, so now come to the next topic, that is how a user gives the query. Okay, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ IR ആർക്കിടെക്ചറിൽ കണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് യൂസറുടെ ക്വറി. അപ്പൊ യൂസർ പല രീതിയിൽ നമുക്ക് ക്വറി കൊടുക്കാം ഒരു സെർച്ച് എഞ്ചിനിൽ. ആദ്യത്തെ പറയുന്ന പേരാണ് കീവേഡ് ക്വറീസ്.
So this is the simplest form which we all do. That is, നമുക്ക് ആവശ്യമുള്ള ഒരു യൂസറിന് എന്താണ് ഒരു ഇൻഫോർമേഷൻ റിക്വയർമെന്റ് ഉള്ളത്, അത് കുറച്ച് ലിസ്റ്റ് ഓഫ് കീവേഡ്സ് വെച്ചിട്ട് we give into the search engine. This is called as your query terms. And these terms we know you can connect it using your logical and operation. ഇപ്പൊ നമുക്ക് വെബ് മൈനിങ് ആണ് നമുക്ക് റിക്വയർഡ് ഒരു ടേം ആണെങ്കിൽ നമ്മുടെ കീവേഡ് വെബ് മൈനിങ് ആണ്. നമുക്ക് വെബ് മൈനിങ് റിലേറ്റഡ് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ സെർച്ച് എൻജിൻ വിൽ ട്രീറ്റ് ഇറ്റ് ആസ് വെബ് ആൻഡ്. ആ ആൻഡ് അവിടെ ഒരു ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ വെബും മൈനിങ് അങ്ങനത്തെ രണ്ട് ഒരു ഈക്വൽ ടേംസ് ഏതൊക്കെ ഡോക്യുമെന്റിൽ സാറ്റിസ്ഫൈഡ് ആവണ്ട്, ദാറ്റ് പേജസ് വിൽ ബി റിട്രീവ് ബാക്ക്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ കീവേഡ് ക്വറീസ്. ആ കീവേഡ് എവിടെയൊക്കെയാണ് മാച്ച് വരുന്നത്, സച്ച് ഡോക്യുമെന്റ്സ് വിൽ ബി ഫെച്ച്ഡ് ബാക്ക് ആൻഡ് ഗിവൻ ടു ദ യൂസർ. ഓക്കെ, അപ്പൊ യൂസറിന്റെ നീഡ് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കീവേഡ്സ് കൊടുക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ക്വറി ടേംസ്. And these are actually treated as your logical and operation. For example, web mining ആണെങ്കിൽ അത് web and mining ആയിട്ടാണ് ഈ search engine അതിനെ treat ചെയ്യുന്നത്. Okay, that's the first type of query called as keyword queries. Now we have the second type which is called as a Boolean query. ഇപ്പൊ ബൂളിയൻ എന്നുള്ള വാക്കിന് തന്നെ നമുക്കറിയാം ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേഷൻസ് നമുക്കറിയാം ആൻഡ് ഓർ നോട്ട് ആണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് കീവേഡ് ക്വറീസിന്റെ തന്നെ കുറച്ചും കൂടി കോംപ്ലക്സ് ക്വറീസ് നമുക്ക് ബൂളിയൻ ക്വറീസിന് കൊടുക്കാം. അപ്പൊ എങ്ങനെ ചെയ്യാം, നമുക്ക് ഒന്നോ രണ്ടോ കീ ടേംസ് അല്ലെങ്കിൽ കീവേഡ്സ് ഈ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വഴി കണക്ട് ചെയ്യാം. Okay, so you can construct more complex queries using your Boolean operators and or not. For example, suppose you have to search a query or pages which is having the words web as well as data. Okay, അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കത് ആൻഡ് വെച്ച് കണക്ട് ചെയ്യാം. സോ വാട്ട് ഹാപ്പൻസ്, വെബും ഡേറ്റ ആ രണ്ട് വേർഡും കൂടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പേജസിനെ മാത്രമേ റിട്രീവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു എക്സാക്ട് മാച്ച് ആണ് നോക്കുന്നത്. ഓക്കെ, സോ ദ പേജ് വിൽ ബി റിട്രീവ് ഓൺലി ഇഫ് ദ ബൂളിയൻ ക്വറി റിട്രീവ്സ് എ ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഡേറ്റ ആൻഡ് വെബ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡേറ്റ എന്നുള്ള ടേമും വേണം വെബ് എന്നുള്ള ടേമും വേണം. അങ്ങനെയുള്ള ഒരു പേജ് കിട്ടുകയാണെങ്കിൽ മാത്രമേ യൂസറിന് അത് വെബ് പേജ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഓർ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താവും, ഐദർ ഓർ. ഓക്കെ, അപ്പൊ ഡേറ്റ ആയാലും റിട്രീവ് ആവും, അല്ലെങ്കിൽ വെബ് എന്ന് പറഞ്ഞ ടേം പേജിൽ എവിടെ ഉണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഡോക്യുമെന്റും നമുക്ക് റിട്രീവ് ആക്കാം. സോ ദാറ്റ് ഈസ് യുവർ ഓർ കണ്ടീഷൻ. Similarly, not can also be combined together in between your keywords and you can construct more complicated queries. ഓക്കെ, അപ്പൊ ബൂളിയൻ ക്വറീസ് നമ്മൾ നേരത്തെ കണ്ട കീവേഡ് ക്വറീസിനെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ട് ക്വറീസ് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡ്സ് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം, പക്ഷെ കീവേഡ്സ് നമ്മൾ കണക്ട് ചെയ്യണം ആൻഡ് ഓർ നോട്ട് ഓപ്പറേറ്റേഴ്സ് വഴി. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ എക്സാക്ട് മാച്ച് ആണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വറിയുടെ പേരാണ് ഫ്രേസ് ക്വറീസ്. ഓക്കെ, ഫ്രേസ് വി നോ ഒരു സിംഗിൾ ടേം അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ട്, ഫ്രേസ് എന്ന് കേട്ടിട്ടുണ്ടോ അല്ലെ. അപ്പൊ ഫ്രേസ് ആയിട്ടുള്ള നമുക്ക് ക്വറീസും കൊടുക്കാം. ഇവിടെ ഫ്രേസ് ക്വറീസ് യൂഷ്വലി നമ്മൾ ഡബിൾ കോട്ട്സിലാണ് എൻക്ലോസ് ചെയ്ത് കൊടുക്കാം. ആ ഫ്രേസ് ക്വറി എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് അങ്ങനെ തന്നെ ഒരു പേജിൽ ഉണ്ടായാൽ ആ പേജ് നമ്മൾ റിട്രീവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെയും നോക്കുന്ന ഒരു എക്സാക്ട് മാച്ച് ആണ്. ആ വേർഡ്സ് അതേ ഓർഡറിൽ അങ്ങനെ തന്നെ ഡബിൾ കോട്ട്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതേ ഓർഡറിൽ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് വരുന്നത് വേറെ ഡോക്യുമെന്റിൽ, അങ്ങനത്തെ ഡോക്യുമെന്റ്സ് വിൽ ബി റിട്രീവ്. Okay, so that is called as a phrase queries and usually these are given in your double quotes. അപ്പൊ ഏതെങ്കിലും ഡോക്യുമെന്റ് അതിൽ അറ്റ്ലീസ്റ്റ് വൺ ഇൻസ്റ്റൻസ് ആ ഒരു ഫ്രേസിന് അറ്റ്ലീസ്റ്റ് ഒരു വട്ടെങ്കിലും അങ്ങനത്തെ ഒരു ഫ്രേസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഡോക്യുമെന്റ് വിൽ ബി റിട്രീവ് ബൈ ദാറ്റ് സെർച്ച് എൻജിൻ. ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ ഫ്രേസ് ക്വറീസ്. ഇതിന്റെ തന്നെ ഒരു റിലാക്സ്ഡ് വേർഷൻ ആണ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് പ്രോക്സിമിറ്റി ക്വറി. പ്രോക്സിമിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്, പ്രോക്സിമിറ്റി യു മൈറ്റ് ഹേർഡ് ഓഫ് ഇറ്റ്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിയർ ബൈ. ഇപ്പൊ നമ്മുടെ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നെയ്ബർഹുഡ്.
അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണു, എൻ്റെ പ്രോക്സിമിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ നെയ്ബേഴ്സ്, എൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും അല്ലെങ്കിൽ മുന്നിൽ പിന്നിൽ താമസിക്കുന്നവരാണ് എൻ്റെ ഒരു പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ്. അതേപോലെ ഒരു പ്രോക്സിമിറ്റി ക്വറി എന്ന് പറയുമ്പോൾ ഇത് തൊട്ട് മുമ്പത്തെ ഫ്രേസ് ക്വറിയുടെ ഒരു റിലാക്സ്ഡ് വേർഷൻ ആണ്. ഫ്രേസ് ക്വറിയിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, the words you are giving in the double quotes, it should come as an exact match in any of the document. Only such documents will be retrieved back. But in proximity query, നമുക്ക് ആ വേർഡ്സ് അതേ ഓർഡറിൽ അതേപോലെ അടുപ്പിച്ച് വരുന്ന നിർബന്ധമില്ല. ഇറ്റ് ഷുഡ് ബി ക്ലോസ് ബൈ ആൻഡ് ഇറ്റ് ക്യാൻ കം എനിവെയർ ഇൻ ദാറ്റ് ഡോക്യുമെന്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്കറിയാം, ഇപ്പോ ഓരോ ഡോക്യുമെന്റിലും ചിലപ്പോൾ ഒരു 4-5 വേർഡ് എവിടെയെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. സോ ഹൗ ക്ലോസ് ദീസ് വേർഡ്സ് ആർ ഓർ ടേംസ് ആർ, ദാറ്റ് വിൽ ബി കൺസിഡേർഡ് വെൻ കമ്പ്യൂട്ടിംഗ് ദ റെലവെന്റ് സ്കോർ. ഓക്കെ, ആ സ്കോർ അനുസരിച്ചിട്ടാവും നമ്മുടെ റാങ്ക് കൊടുക്കുക. ഇപ്പൊ നമ്മൾ 3 വേർഡ് വെബ് ഡേറ്റ മൈനിങ് ആണ് ഡബിൾ കോഡ്സിൽ കൊടുക്കണമെങ്കിൽ, സപ്പോസ് ആദ്യത്തെ പേജിൽ അടുപ്പിച്ച് തന്നെ വെബ് ഡേറ്റ മൈനിങ് ഒരു പേജിൽ വന്നു, സോ ദാറ്റ് വിൽ ബി ഗിവൻ ആസ് എ ബെസ്റ്റ് സ്കോർ. വേറൊരു പേജിൽ ഒരു പാരഗ്രാഫിൽ വെബ് വന്നു, രണ്ടാമത്തെ പേജിലാണ് ഡേറ്റ വന്നത്, പിന്നത്തെ ഒരു പാരഗ്രാഫിലാവും മൈനിങ്. അപ്പൊ 3 വാക്കും ആ പേജിലുണ്ട്, ബട്ട് ദേ ആർ നോട്ട് കമ്മിങ് ടുഗദർ. ദേ ആർ സംവെയർ പ്രോക്സിമിറ്റിയിൽ വരുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് ക്ലോസ് ടുഗദർ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ദേ വിൽ ബി ഗിവൻ കുറച്ചും കൂടി അതിനേക്കാൾ താഴത്തെ നമ്മൾ സ്കോറാണ് കൊടുക്കുക, ആൻഡ് നാച്ചുറലി ദ റാങ്ക് വിൽ ഗോ ഡൗൺ. So based on the closeness of these terms, we'll be assigning the score. So I hope the proximity query is clear. So it is ഒരു നമ്മൾ ഫ്രേസ് ക്വറിനെ കുറച്ചും കൂടി റിലാക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രേസ് ക്വറിയിൽ നമ്മൾ കൃത്യമായി പറയണു ഈ വാക്കുകൾ അതേ ഓർഡറിൽ അടുപ്പിച്ച് വരണം. പക്ഷെ പ്രോക്സിമിറ്റി ക്വറിയിൽ അത് ആ വാക്കുകൾ ആ പേജിൽ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിൽ എവിടെയെങ്കിലും വന്നാൽ മതി. അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് റിട്രീവ് ചെയ്യും. ഓക്കെ, ഇനി റാങ്ക് കൊടുക്കുന്നത് അവരുടെ ആ ഓരോ ടേം എവിടെയാണ് ലൈ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റെലവൻസ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. Now the next one is called as a full document query. Full document query ഇപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മുടെ ക്വറി തന്നെ ഒരു ഫുൾ ഡോക്യുമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു സെർച്ച് എഞ്ചിൻ ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഒരു URL അങ്ങനെ തന്നെ കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഒരു സൈറ്റ് ഇഷ്ടപ്പെട്ടു, അതേപോലത്തെ സിമിലർ സൈറ്റ് ഓക്കെ വേറെ വല്ലതും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വാട്ട് ഹാപ്പൻസ്, വി ഗിവ് മേ ബി ഇൻ ദ ഗൂഗിളിൽ പോയിട്ട് ആ URL അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള റിലേറ്റഡ് സൈറ്റോ അല്ലെങ്കിൽ സിമിലർ പേജസ് നമുക്ക് കാണാം. താഴെ ഒരു ആ സ്നിപ്പറ്റ് പോർഷൻ നമ്മൾ പറയും, താഴെ മോർ സിമിലർ പേജസ് അല്ലെങ്കിൽ മോർ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ കുറേ ലിങ്ക്സ് താഴെ കാണാം. Okay, and you can go through such links and you can find a list of similar pages. Okay, അങ്ങനത്തെ പറയുന്ന ക്വറീനെ ആണ് ഫുൾ ഡോക്യുമെന്റ് ക്വറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ യൂസർ ക്വറി ആയിട്ട് ഒരു ഫുൾ ഡോക്യുമെന്റ് ആണ് എൻട്രി ചെയ്യണത്. എന്ന് വെച്ചാൽ വി വോണ്ട് ടു ഫൈൻഡ് സിമിലർ ഡോക്യുമെന്റ്സ് വിച്ച് ഇസ് സിമിലർ ടു ദ ക്വറി ഡോക്യുമെന്റ്. നമ്മൾ ഒരു ക്വറി ഡോക്യുമെന്റ് കൊടുക്കുന്നു, ദാറ്റ് ക്യാൻ ബി യുവർ URL ഓഫ് എ പേജ്. അതേപോലത്തെ വരുന്ന പേജുകൾ വേറെ ഏതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൂഗിളിൽ അതിന്റെ സെർച്ച് എഞ്ചിനിൽ അതിന്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. സോ ഇറ്റ് അലൗസ് ദ യൂസർ ടു ഇഷ്യൂ സച്ച് എ ക്വറി. ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ ബൈ പ്രൊവൈഡിങ് ദ URL ഓഫ് എ ക്വറി പേജ്. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരെ തന്നെയാണ് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല എന്നുള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഡെയിലി ബേസിസിൽ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ താഴെ കാണാം മോർ ലൈക്ക് ദിസ് റിലേറ്റഡ് പേജസ് അല്ലെങ്കിൽ സിമിലർ പേജസ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, and you have the last type of query which is called as your natural language question. ഇതാണ് ഏറ്റവും ഒരു ഐഡിയൽ കേസ് അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് ക്വറി എന്ന് പറയുമ്പോൾ. ഇപ്പൊ കീവേഡും അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ യൂസർ കൊടുക്കണോ, അതിന്റെ അനുസരിച്ചിട്ട് സെർച്ചിങ് നടത്തിയിട്ട് ചെയ്യണോ അല്ലെ. ഇത് എന്ന് പറയുമ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇപ്പൊ ഒരു റിസർച്ച് ഏരിയ ആണ്, വേർ ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് യുവർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലെ കൊടുക്കണു, അതിന്റെ കൃത്യമായിട്ട് ഒരു ആൻസർ ഒരു ലാംഗ്വേജ് പ്രോസസ്സിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് പോലെ ദേ ട്രൈ ടു ഗിവ് എൻ ആൻസർ ടു അവർ ക്വസ്റ്റ്യൻ. അല്ലാണ്ട് സെർച്ചിങ് മാത്രമല്ല, സെർച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ റിലേറ്റഡ് ഏതാണ് ഡോക്യുമെന്റ് ഉള്ളത്
അത് സെർച്ച് ചെയ്തിട്ടാണ് സെർച്ച് എഞ്ചിൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് ഒരു കറന്റ് എന്ന് പറഞ്ഞാൽ ഇത് ബുക്ക് എഴുതിയ സമയത്താണ് ആക്റ്റീവ് റിസർച്ച് ഏരിയ. ഇപ്പോഴും റിസർച്ച് ഏരിയ തന്നെയാണ്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി പ്രൊസീഡ് ചെയ്തിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. അപ്പൊ ഡെഫിനേഷൻ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം, ഇപ്പോൾ ഡിഫൈൻ സംതിങ് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു ഡെഫിനേഷൻ, ഇപ്പൊ വെബ് ഡേറ്റ മൈനിങ് റെഫേഴ്സ് ടു എന്ന് പറഞ്ഞാകുമ്പോൾ നാച്ചുറലി വി നോ ഇറ്റ് ഇസ് വാട്ട് ആ ഡെഫിനേഷൻ. അപ്പൊ ഒരു ഡെഫിനേഷൻ നമുക്ക് കൃത്യമായിട്ട് എവിടെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ ടേംസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇറ്റ് റെഫേഴ്സ് ടു, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എന്ന് പറയുന്ന ചില ഒരു വേർഡ്സ് അടുപ്പിച്ച് വരാണെങ്കിൽ നമുക്കറിയാം എന്ത് അത് ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിന് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഡെഫിനേഷൻ ആണ് അല്ലെ. അപ്പൊ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ അങ്ങനെ സെർച്ച് എഞ്ചിൻ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ആൻസർ കിട്ടി തരാണെങ്കിൽ അങ്ങനത്തെ ക്വറീനെ പറയുന്ന പേരാണ് നാച്ചുറൽ ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ കീവേഡോ അല്ലെങ്കിൽ ഫ്രേസ് ക്വറി ഒക്കെ പറയണ പോലെ അത്ര ഒരു എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. ഇവിടെ യൂസർ തോന്നിയ രീതിയിലാണ് അവരുടെ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് തരുന്നു, സിസ്റ്റം അതിന് കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിച്ച് തരുന്നു. അതുകൊണ്ടാണ് അതിനൊരു ക്വസ്റ്റ്യൻ ആൻസറിങ് മെത്തേഡായിട്ടാണ് പറയണത്. ഓക്കെ, സോ വി ഹാവ് ഗോൺ ത്രൂ ദ 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വറീസ്. ഞാൻ എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ എടുത്തത് സോ ദാറ്റ് അതൊരു പെൻഡിങ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വെച്ചില്ല. എളുപ്പത്തിൽ 6ഉം നമുക്ക് ഇന്ന് തന്നെ കവർ ചെയ്യാം. ദാറ്റ് ഇസ് കീവേഡ് ക്വറീസ്. That's the first one we have seen. Then the Boolean queries, where the keywords are collected using and or not. Third is the phrase queries. നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കണം. നാലാമത്തെയാണ് പ്രോക്സിമിറ്റി ക്വറീസ്, വേർ ആ ഫ്രേസിന്റെ വേർഡ്സ് എവിടെയെങ്കിലും ആ പ്രോക്സിമിറ്റിയിൽ വന്നാൽ മതി. അഞ്ചാമത്തെ കണ്ടത് ഫുൾ ഡോക്യുമെന്റ് ക്വറീസ് ആയിരുന്നു, വേർ ദ എൻറ്റയർ ഡോക്യുമെന്റ് ആണ് നമ്മുടെ ക്വറി ആയിട്ട് വരുന്നത്. ഇപ്പൊ ഗൂഗിളിൽ നമ്മൾ URL കൊടുക്കണ പോലെ. ആറാമത്തെയാണ് ഇപ്പൊ പറഞ്ഞത് ഒരു നാച്ചുറൽ ലാംഗ്വേജ് ക്വസ്റ്റ്യൻ, വേർ ഇതാണ് ഏറ്റവും ഞാൻ പറഞ്ഞ ഐഡിയൽ കേസ്. അതാണ് നമ്മൾ കൃത്യമായിട്ട് കീവേഡോ ഒന്നല്ല, നമുക്ക് തോന്നിയ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സെർച്ച് എഞ്ചിന് കൊടുക്കണം, ആ സിസ്റ്റം അതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദ 6 ടൈപ്സ് ഹൗ a user can give a query. Okay, so I hope this is clear. Yes, now any doubts you have? Yes, sir. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. or else